ഹലോ എവ്രി വൺ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിംഗ് തിങ്സ്, ജീവന്റെ ഉത്ഭവം, ജീവികളുടെയും. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ലിവിംഗ് ഓർഗാനിസംസ് ഈ ഭൂമിയിൽ ഉണ്ടായതെന്നാണ്. അപ്പൊ ആദ്യമായിട്ട് സീ വാട്ടറിൽ ഉണ്ടായത് ഒരു പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ഒരു ആദിമ കോശമാണ്. അതിൽ നിന്നും പ്രോകാരിയോട്സ് അല്ലെങ്കിൽ സിമ്പിൾ സ്ട്രക്ചർ, ലഘുഘടനയുള്ള പ്രോകാരിയോട്ടുകൾ ഉണ്ടായി. ദെൻ യൂക്കാരിയോട്സ്, അതായത് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള യൂക്കാരിയോട്സ് ഫോം ചെയ്തു. ദെൻ ഈ യൂക്കാരിയോട്സിനകത്തിൽ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ ഉണ്ടായി. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അല്ലേ? ഇനി എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഡിഫറെന്റ് ഓർഗാനിസംസ് ഫോം ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഓർഗാനിസംസ് എല്ലാം ഒറ്റയടിക്ക് ഉണ്ടായതൊന്നും അല്ല അല്ലേ? നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്തിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്ന ആരാണ്? നമ്മൾ മനുഷ്യരാണ്. അപ്പൊ ഇത്രയും ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായി. അത് എവിടെ നിന്നുമാണ്? ആദ്യം ഉണ്ടായ ആ ഒരു പ്രിമിറ്റീവ് സെല്ലിൽ നിന്നുമാണ് അല്ലേ? അപ്പൊ ഇത്രയധികം ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഈ ജീവജാലങ്ങൾ ഉണ്ടായത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഒറിജിൻ ഓഫ് ലൈഫ് ഫോംസ്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് 4 to 4.6 ബില്യൺ ഇയേഴ്സ്, അതായത് ഒരു 4 മുതൽ 4.6 ബില്യൺ ഇയേഴ്സ് ആയി കാണും എന്ത് ഫോം ചെയ്തിട്ട്? ഒറിജിൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ ഭൂമി ഉണ്ടായിട്ട്. അപ്പൊ ഈ ഭൂമി ഉണ്ടായ സമയത്ത് ഇവിടെ ജീവജാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 4 to 4.6 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട് എന്ത് ഫോം ചെയ്തിട്ട്? എർത്ത് ഫോം ചെയ്തിട്ട്. ഇനി 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 crores ആണ്, 100 കോടിയാണ്. ദെൻ ഏകദേശം 3.5 to 2.5 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട് പ്രോകാരിയോട്സ് ഫോം ചെയ്തിട്ട്. അതായത് ഭൂമിയിൽ ലൈഫ് ഒറിജിൻ ചെയ്ത്, ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഏകദേശം 3.5 to 2.5 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട് എന്ത് ഫോം ചെയ്തിട്ട്? ലൈഫ് ഒറിജിൻ ചെയ്തിട്ട്. അപ്പൊ അതായത് സിമ്പിൾ സ്ട്രക്ചർ ഉള്ള പ്രോകാരിയോട്സ് ഫോം ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ട്? 3.5 to 2.5 ബില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട്. ദെൻ മൾട്ടി സെല്ലാർ യൂക്കാരിയോട്സ്, അതായത് ബഹുകോശ ജീവികളായിട്ടുള്ള യൂക്കാരിയോട്ടുകൾ ഫോം ചെയ്തിട്ട് 2.5 ബില്യൺ ടു 541 മില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 lakhs ആണ്, അതായത് 10 ലക്ഷമാണ്. അപ്പം 2.5 ബില്യൺ ടു 541 മില്യൺ ഇയേഴ്സ് ആയി ആര് ഫോം ചെയ്തിട്ട്? മൾട്ടി സെല്ലാർ യൂക്കാരിയോട്സ് ഫോം ചെയ്തിട്ട്. അപ്പൊ ഈ ഏകദേശ കണക്കാണ് പറയുന്നത്. ഇത്രയും ആയിട്ടുണ്ടാകും ആര് ഫോം ചെയ്തിട്ട്? മൾട്ടി സെല്ലാർ യൂക്കാരിയോട്സ്. ദെൻ അതിനുശേഷമാണ് ആര് ഫോം ചെയ്തത്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ ലാൻഡ്, അതായത് കരയിൽ സസ്യങ്ങളും ജന്തുക്കളും ഉണ്ടായിട്ട്. അപ്പൊ അത് ഏകദേശം എത്ര വർഷം എടുത്തു കാണും? 541 to 252 മില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട് ആര് ഫോം ചെയ്തിട്ട്? പ്ലാന്റ്സും ആനിമൽസും, അതായത് കരയിലെ സസ്യങ്ങളും ജന്തുക്കളും ഉണ്ടായിട്ട്. എത്ര വർഷം എടുത്തു? 541 മുതൽ 252 മില്യൺ ഇയേഴ്സ് ആയി കാണും. അത്ര അതിനിടയ്ക്കാണ് ആര് ഫോം ചെയ്തിട്ടുള്ളത്? സസ്യങ്ങളും ജന്തുക്കളും. ദെൻ അടുത്തായിട്ട് ഡൈനോസേഴ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അവരുണ്ടായിട്ട് എത്ര കാലമായി? 252 to 66 മില്യൺ ഇയേഴ്സ്, അതായത് ഏകദേശം 252 മുതൽ 66 മില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ടാകും ആര് ഫോം ചെയ്തിട്ട്? ഡൈനോസേഴ്സ്. ദെൻ മാമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്, ഇവരാണ് ലാസ്റ്റ് ഫോം ചെയ്തത്. അതായത് ഏറ്റവും അടുത്ത കാലത്ത് ഉണ്ടായത് ഹ്യൂമൻ ബീങ്സ് ആണ്. ദെൻ അതിന് തൊട്ട് മുമ്പ് ആരുണ്ടായിട്ടുണ്ട്? മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ. അപ്പൊ അതിന് ഏകദേശം 66 മില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട്. അതായത് ഒരു 66 മില്യൺ ഇയേഴ്സ് മുതൽ പ്രസന്റ് വരെ, അതായത് ഇപ്പോൾ വരെയുള്ള സമയം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന ആരൊക്കെയാണ്? മാമൽസും ഹ്യൂമൻ ബീങ്സും ആണ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് ഫോംസ് അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? ഗ്രാജുവലി ആണ് അല്ലെ? അല്ലാതെ ഒറ്റയടിക്കൊന്നും അല്ല ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടായത്. അതിന് ഒരുപാട് വർഷക്കാലം എടുത്തു ഇല്ലേ? അതായത് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ് എന്തിനെടുത്തത്? ഈ ഓരോ ജീവജാലങ്ങളും ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് എടുത്ത ടൈം ഇല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ജീവജാലങ്ങളുടെ ഉത്ഭവം നമുക്കൊരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ അല്ലെങ്കിൽ ഒരു കാലഗണന പട്ടിക അനുസരിച്ചിട്ട് നോക്കിയാൽ, അതായത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോസ്മിക് കലണ്ടറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഓരോ ജീവജാലങ്ങളും അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ് ഫോംസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കോസ്മിക് കലണ്ടർ റെഡിയാക്കാം. അപ്പൊ ഈ കോസ്മിക് കലണ്ടറിൽ നമ്മളുടെ യൂണിവേഴ്സിന്റെ ഏജ്, അതായത് നമ്മളുടെ പ്രപഞ്ചത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 1 വർഷമായിട്ടാണ് എടുക്കുന്നത്. എടുത്തിട്ട് ഓരോ മാസവും, അതായത് നമുക്കറിയാം ഒരു വർഷത്തിൽ എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ആണ് അല്ലേ? അപ്പൊ ഈ 12 മന്ത്സ് അല്ലെങ്കിൽ 12 മാസവും ഈ ഓരോ ജീവജാലങ്ങളും ഉണ്ടായതൊക്കെ ഒന്ന് കണക്കാക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഇയർ ആയിട്ടാണ് എടുക്കുന്നത്? 1 ഇയർ ആയിട്ടാണ് അല്ലേ? അപ്പൊ ഈ 1 ഇയറിനകത്തിലെ 12 മന്ത്സിൽ ഓരോ മാസവും ഏതൊക്കെ ജീവജാലങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഈ കോസ്മിക് കലണ്ടർ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 സെക്കൻഡിനെ 438 വർഷങ്ങളായിട്ട് കണക്കാക്കുന്നു. അതായത്
1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 438 ഇയേഴ്സ്. അപ്പൊ അങ്ങനെ കണക്കാക്കിയാണ് നമ്മൾ ഓരോ ജീവജാലങ്ങളും ഉണ്ടായ സമയം കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ജനുവരി 1 ആയപ്പോഴത്തേക്ക് നമ്മളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായി. അപ്പൊ ഈ ജനുവരി 1 പ്രപഞ്ചം ഉണ്ടായെങ്കിലും പിന്നീട് അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അതുവരെ മറ്റു മാറ്റങ്ങളൊന്നുമില്ല. ദെൻ അതിനുശേഷം ഓഗസ്റ്റ് 1 ആയപ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്തു? ഒറിജിൻ ഓഫ് എർത്ത്, അതായത് നമ്മളുടെ സോളാർ സിസ്റ്റം എർത്ത് ഒക്കെ ഫോം ചെയ്തു. ദെൻ അതിനുശേഷം ഒരു സെപ്റ്റംബർ 22 ഒക്കെ ആയപ്പോഴത്തേക്ക് ഒറിജിൻ ഓഫ് ലൈഫ്, ജീവന്റെ ഉത്ഭവം, അതായത് പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്തു. ദെൻ അതിനുശേഷം സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 12 ഒക്കെ ആയപ്പോഴത്തേക്ക്, അതായത് ഒക്ടോബർ 12 ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രോകാരിയോട്സ് ഫോം ചെയ്തു. നവംബർ 9 ആയപ്പോഴത്തേക്ക് യൂകാരിയോട്സ് ഫോം ചെയ്തു. ദെൻ അതിനുശേഷം ഒരു ഡിസംബർ 18 ആയപ്പോഴത്തേക്ക് വെർട്ടിബ്രേറ്റ്സ് ഫോം ചെയ്തു. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് നട്ടലുള്ള ജീവികളാണ്. അപ്പൊ നട്ടലുള്ള ജീവികൾ ഫോം ചെയ്തത് എന്നാണ് ഡിസംബർ 18. ദെൻ അതിനുശേഷം ഒരു ഡിസംബർ 20 ആയപ്പോഴത്തേക്ക് ലാൻഡ് പ്ലാന്റ്സ്, അതായത് കരയിലെ സസ്യങ്ങൾ ഫോം ചെയ്തു. ദെൻ ഡിസംബർ 26 ആയപ്പോഴത്തേക്ക് ഡൈനോസേഴ്സ് ഫോം ചെയ്തു. ദിനോസറുകൾ ഉണ്ടായി, അതായത് ഡിസംബർ 26 ആയപ്പോഴത്തേക്ക്. ഡിസംബർ 27 ആയപ്പോഴത്തേക്ക് മാമൽസ് ഫോം ചെയ്തു. മാമൽസ് അല്ലെങ്കിൽ സസ്തനികൾ ഉണ്ടായി. ദെൻ ഡിസംബർ 31 ആയപ്പോഴത്തേക്ക്, ലാസ്റ്റ് ഡേ ആണ് അല്ലെ, ഒരു ഇയറിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഡിസംബർ 31 ഒരു നൈറ്റ് 11:52 PM ആയപ്പോഴത്തേക്ക്, അതായത് ഒരു 11:52 ഒക്കെ ആയപ്പോഴത്തേക്ക് ഹ്യൂമൻ ബീങ്സ് ഫോം ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ ഒരു കോസ്മിക് കലണ്ടർ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ആൾക്കാരാണ്, ഏറ്റവും അവസാനം ഉണ്ടായ ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ഇല്ലേ, അല്ലെങ്കിൽ മനുഷ്യർ ഫോം ചെയ്തത് എപ്പോഴാണ്? ഏറ്റവും അവസാനമാണ്. അപ്പൊ ഇവിടെ ഈ കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ ജീവജാലങ്ങളും ഉണ്ടായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിന്റെ ഏജ് ഒരു 1 ഇയർ ആയിട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ മന്തിലും ഉണ്ടായ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പിക്ചറൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പൊ ഈ കോസ്മിക് കലണ്ടർ അനുസരിച്ചിട്ടായാലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒറിജിൻ ഓഫ് ലൈഫ് ഫോംസ് ഒക്കെ പറഞ്ഞപ്പോഴും ഏറ്റവും അവസാനം ഉണ്ടായത് ആരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ. അതായത് ഒറിജിൻ ഓഫ് ഡിഫറെന്റ് ലൈഫ് ഫോംസ് എന്ന് പറയുമ്പോൾ അതിനകത്തിൽ അവസാനം വന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഈ ഒറിജിൻ ഓഫ് ലൈഫ് ഒക്കെ എന്ന് പറയുന്നത് ആക്സിഡന്റലി നടന്ന കാര്യങ്ങളാണ് ഇല്ലേ, ആകസ്മികമായിട്ടാണ്. അതായത് ഓരോ ജീവജാലങ്ങളും ഭൂമിയിൽ ഉണ്ടായി, അല്ലെങ്കിൽ എവല്യൂഷൻ നടന്നു. എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ജീവപരിണാമം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ഇതും എന്തിന്റെ ഒരു ബ്രാഞ്ചാണ്? നമ്മുടെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. അതായത് ഭൂമിയിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത് എവല്യൂഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഒറിജിൻ ഓഫ് ലൈഫ് പറഞ്ഞു അല്ലെ, അതായത് ജീവന്റെ ഉത്ഭവം. അപ്പൊ ജീവികൾ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി ഇതിനെ കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡിയാണ് എന്തെന്ന് വിളിക്കുന്നത്? എവല്യൂഷൻ. അപ്പൊ ഇവിടെ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ മനുഷ്യന്റെ പരിണാമം നടന്നത് ഏറ്റവും അടുത്ത കാലത്താണ് ഇല്ലേ. അപ്പൊ ഈ എവല്യൂഷന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശയൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ലിവിങ് ഓർഗാനിസംസിന്റെ എവല്യൂഷൻ, ജീവപരിണാമം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഗ്രാജുവലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതിൽ ഒരുപാട് കാലം എടുത്തു ഇല്ലേ, ഇത് സ്ലോലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.